എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ഞങ്ങൾ നിങ്ങളെ ഒരു വിമാനയാത്രയിലേക്ക് ക്ഷണിക്കുന്നു. A journey to the kingdom of heaven. ഈ ആകാശ ചെരുവിൽ പറന്നു പോകുന്ന വിമാനം കാണാൻ ചെറുപ്പം മുതലേ ഞാൻ ആകാശത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു. ഉയരത്തിലേക്ക് നോക്കി വിമാനം ഇത്ര ചെറുതാണല്ലോ എന്ന് ചിന്തിച്ചിരുന്നു. വളരും തോറും ഞാൻ മനസ്സിലാക്കി അത്ര ചെറുതല്ല ഈ വിമാനം എന്ന്. അടുക്കും തോറും അതിന്റെ വലിപ്പം കൂടും. അതിന്റെ അകത്തേക്കുള്ള കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതാ ഞാൻ നിങ്ങളെ ഇമ്മാനുവൽ AG ചർച്ചിലെ ദൈവമക്കൾ അവതരിപ്പിക്കുന്ന വിമാനയാത്രയിലേക്ക് ക്ഷണിക്കുന്നു. ഈ യാത്രയിൽ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം പങ്കാളികളാകാം. ഒരുപക്ഷെ ഈ യാത്രയിൽ നിങ്ങൾ നിങ്ങളെ തന്നെയോ നിങ്ങളുടെ സഹയാത്രിക്കാരെയോ കണ്ടെത്തിയെന്ന് വരാം. അതിലെ രസകരമായ കാഴ്ചകൾ നമുക്ക് ഏവർക്കും പുതിയ കാഴ്ചപ്പാടുകൾ നൽകുമെന്ന് പ്രതീക്ഷിക്കാം. Here, we shall start a journey to the kingdom of heaven, conquering lots of trials, tribulations, hardships, and the storms of life. With warm greetings, we welcome all IAG Church members to board the flight IAG Airways, flight number AG0317, departing from Cork to the kingdom of heaven. Dear Church, please fasten your seatbelts, sit back, relax, and enjoy the journey with us. എന്റെ ദൈവമേ, ഇത്ര വലിയ ഫ്ലൈറ്റോ! ഞാൻ എങ്ങനെ തന്നെ ഇതിൽ യാത്ര ചെയ്യും? കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. ഇതാണോ കിങ്ഡം ഓഫ് ഹെവനിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്? അതെ, അറിയില്ലേ, ഇതാണ് കിങ്ഡം ഓഫ് ഹെവനിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്. ഞാൻ നേരത്തെ ഇത്തിഹാദ് എയർവേസ്, ഖത്തർ എയർവേസിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഫസ്റ്റ് ടൈമാണ്. അതിൽ അത്രയുള്ള സൗകര്യമൊക്കെ കാണുമോ ആവോ? Good afternoon, passengers. This is the pre-boarding announcement for all passengers booked on flight IAG Airways, flight number AG0317 from Cork to the Kingdom of Heaven. All passengers kindly proceed to gate number 1. I repeat, gate number 1. Please have your boarding passes and identifications ready. We are now inviting any passengers requiring special assistance to begin boarding at this time, followed by others. Thank you. Praise Lord, sister. Welcome to IAG Airways. May I see your boarding pass? Yeah, you can proceed. Next, please. Praise Lord, sister. May I have your boarding pass? Thank you. Have a safe journey. Thank you. Next. How are you? I'm good. How are you? Please give me your boarding pass. Have a safe journey. Thank you. Excuse me, എന്റെ സീറ്റ് എവിടെയാ? പെട്ടെന്ന് കാണിച്ചതേ. No, it has to be first seat and it should be in the first row. No. I'm sorry, ma'am, but that's your assigned seat. No, it has to be first row, first seat. Do you know who I am? I'm the chairman of the ladies meeting. Yeah, you have to give me the first row, first seat, yeah. Oh, do you want me to sit there? Are you sure? Yeah. Okay, yeah, thanks. Hello guys, welcome to Christina YouTube channel. Guys, ഞാൻ ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കിങ്ഡം ഓഫ് ഹെവനിലേക്ക് പോകാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ബോർഡ് ചെയ്തിട്ട് ബാക്കി ഞാൻ പറയാം. Boarding pass, please. Have a safe journey. പ്രൈസ് ലോർഡ്. Praise Lord. ഭക്തനാണ് ഞാൻ. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? പ്രൈസ് ലോർഡ്. Boarding pass, please. നിങ്ങളും സ്വർഗത്തിലേക്കാണോ പോകുന്നേ? അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ, ലഗേജ് ഒക്കെ കൊണ്ടാകാവോ? വെരി സാഡ്. നിങ്ങൾ മാനുവൽ ഒന്നും വായിച്ചില്ല. നിങ്ങൾക്ക് ഇതെല്ലാം കൊണ്ടുപോകാം. താങ്ക് യു. Boarding pass, please. Have a safe journey. Where is my seat? എനിക്ക് എൻ്റെ ഐഫോൺ ഒക്കെ ചാർജ് ചെയ്യാൻ സൗകര്യമുള്ള ഒരു സീറ്റ് തരണം. അകത്തേക്ക് പോകുമ്പോൾ aerostess will guide you and the aircraft is fully charged and one captain is Jesus Christ. Amen. So you don't have to carry any charger or anything.
Next. ആ 2 ഏക്കർ സ്ഥലമല്ലേ? ഓ അതവിടെ വിട്ടായിരുന്നു, ഞാൻ വന്നിട്ട് ചെയ്യാം. ഓ എന്താ ചെയ്യാൻ ബിസിനസ്സിന് ഒരു കാര്യം. ഓ പറഞ്ഞു. Boarding pass, please. ഞാൻ തരണോ? Yes. Otherwise you will not be allowed to enter the flight. ഇത്രയും അബദ്ധന്മാരെയൊക്കെയാണോ കൊണ്ടുവന്നേക്കുന്നത്? ഹലോ ബ്രദർ, ഹൗ ആർ യു? ഓ എനിക്ക് കുറച്ച് ഗോൾസ് ഉണ്ട്. എനിക്ക് ഇവിടെ സേഫ് ആണ് എയർപോർട്ടിനകത്ത്, ഫ്ലൈറ്റിനകത്തൊക്കെ. എനിക്ക് കുറച്ച് ഗോൾഡ് കൊണ്ടുപോകാനൊക്കെ. You are not allowed to carry. എന്തെങ്കിലും കൊണ്ടുപോകാൻ എനിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? What do you want to carry? Anything other than gold? കുറച്ച് ഡോക്യുമെന്റ്സ്. That you can carry. But other than gold. Boarding pass, please. Hello, boarding pass. ഇത് അങ്ങോട്ട് പോകുന്ന ഫ്ലൈറ്റ് ആണോ ഇത്? This flight is going to Kingdom of. Yes. ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. ഓക്കെ. Please show me your boarding pass. Before entering, you have to show the boarding pass. Then only you will be allowed to sit in the aircraft. അങ്ങോട്ട് എത്തുന്നുണ്ടോ? Sure. Don't worry. Our captain is Jesus Christ. So you don't have to worry. Everything is fully charged. You don't have to. ടയറിന്റെ പ്രഷർ അത് ഓക്കെ ആണോ? Yes, everything is fine. It is under the control of our captain Jesus Christ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. എവിടെ ഇരിക്കാൻ പോണേ? They will guide you. You can go inside. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Welcome to EG Airways. Boarding pass. Thank you. Have a safe journey. കർത്താവേ, ഇവിടെ ഇച്ചിരി സമാധാനം ഉണ്ടാക്കണേ കർത്താവേ. ഞാൻ പോകട്ടെ. This is the final boarding call for passengers Chesna and Joby, booked on flight EG0317 to the Kingdom of God. Please proceed to gate 1 immediately. Final checks are being completed and the captain will order for the doors of Boarding the pass, aircraft to close approximately 5 minutes time. I repeat, this is the final boarding call for Chesna and Joby. Thank you. ഇനി ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? ഫ്ലൈറ്റ് ഇപ്പോൾ Sorry, എടുക്കണം. ഞാൻ ഇച്ചിരി late ആയിപ്പോയി. ഇത് Kingdom of Heavenലോട്ട് പോകുന്ന flight ആണോ? Yes, this flight goes to Kingdom of Heaven. Can you please show me your boarding pass? മാം, എന്റെ boarding pass കാണുന്നില്ല. എനിക്ക് തോന്നുന്നു എന്റെ കൂടെ ഇരുന്ന ആ സ്ത്രീ കട്ടെടുത്തെന്ന് തോന്നുന്നു. മാഡം, അവർക്ക് എന്തിനാ മാഡത്തിന്റെ ബോർഡിംഗ് പാസ്? ഡെഫിനറ്റ്ലി അവര് തന്നെയാ എടുത്തത്. അവരെന്റെ അടുത്തിരുന്നിട്ട് എന്റെ ബാഗ് കൈയിടുന്നത് ഞാൻ കണ്ടതാ. മാഡം ഒന്ന് മാഡത്തിന്റെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യാമോ? ഇല്ല, ഉറപ്പാ ഇതിനകത്തില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഡെഫിനറ്റ്ലി ഇതിനകത്തില്ല. ഞാനൊന്ന് നോക്കാം. വേണ്ട മാഡം, മാഡത്തിന്റെ ബോർഡിംഗ് പാസ്. സോറി മാം, ഞാൻ ഓർത്ത് അങ്ങോട്ട് എടുത്തതാണ്. Have a safe journey, ma'am. Thank you. Sorry, പ്രത്യേകം എന്റെ സെൻട്രൽ പാസ് ട്രെയിനിന് വേണ്ടി അസൈൻ ചെയ്ത സീറ്റാ. You have to move from that. ബ്ലോഗ് അല്ലേ? എനിക്ക് ആ സീറ്റ് വേണം. എനിക്ക് വിൻഡോ സീറ്റ് വേണം. സബ്സ്ക്രൈബ് ചെയ്യാം. No. This is my window Okay. seat. Please know who I am. I'm here like 30 years. I'm working as chairman for my ladies' union. It be my window seat. ഓ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഫ്ലൈറ്റിൽ കയറിയാലും സ്വസ്ഥത തരത്തില്ല കുറേ എണ്ണം. എനിക്ക് മേഘം കാണുന്നില്ല. മേഘം അതിലൊക്കെ മത്തായി പറഞ്ഞിട്ടുണ്ട്, ഫ്ലൈറ്റ് കയറുമ്പോ വേഗം കാണും. ടേക്ക് ഓഫ് ആയിട്ട് എന്തുകൊണ്ട് താങ്കളെ സ്വർണ്ണം കാണിക്കാനാണ് കർത്താവ് കൊണ്ടുവന്നത്. എനിക്ക് വേഗം കാണണം. പെട്ടെന്ന് ടേക്ക് ഓഫ് ആക്കി. ഞാൻ കുറച്ച് പോക കാണിച്ചു കൊടുക്കും. മേഘം പഴുങ്ങഞ്ഞൊക്കെ കഴിക്കുക. അവളുടെ ഒരു ഒരുക്കം കണ്ടില്ലേ? അവളുടെ വിചാരം എന്താണോ? Good afternoon, ladies and gentlemen. On behalf of the entire crew on board, we welcome all the passengers on board of flight IAG Airways, flight number 0317, service from Cork to the Kingdom of Heaven. The captain of our flight is Lord Jesus Christ. This flight was launched on March 3rd, 2017, under the guidance of our pilot, Pastor Stanley Joseph, co-pilot Sister Jessa Stanley, who are committed to leading you safely to your heavenly destination. Assisting them is our dedicated cabin crew, who are here to serve you throughout this blessed journey.
For your safety and spiritual well-being, kindly go to the spiritual manual kept in front of your seat. Please ensure your baggages are properly checked. Only the fruits of the Spirit are permitted on board. All works of the flesh and the distractions of the world must be switched to flight mode during this journey. In case of any turbulence, do not fear. Our on-board prayer system is always active and divine protection is guaranteed. പ്രിയ ദൈവജനമേ, വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. നമ്മുടെ വിമാനം ഇപ്പോൾ പുറപ്പെടുവാൻ പോവുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ ദയവായി മുന്നോട്ട് വെക്കുക. കർത്താവിന്റെ വചനമാകുന്ന സുരക്ഷാ ബെൽറ്റ് നിങ്ങളുടെ അരയ്ക്ക് ചേർത്ത് ദൃഢമായി ബന്ധിക്കുക. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഇത് നിങ്ങളെ കുലുങ്ങാതെയും വീഴാതെയും കാക്കും. വിമാനത്തിനുള്ളിൽ വായു സമ്മർദ്ദമുണ്ടായാൽ മുകളിൽ നിന്ന് ഓക്സിജൻ മാസ്ക് താഴേക്ക് വീഴും. ആത്മീയ ശ്വാസമുട്ടൽ നേരിട്ടാൽ മറ്റുള്ളവരെ നോക്കുന്നതിന് മുൻപ് പ്രാർത്ഥനയാകുന്ന മാസ്ക് നിങ്ങൾ ആദ്യം ധരിക്കുക. വിമാനത്തിന്റെ ഇരുവശത്തുമായി 2 അടിയന്തര വാതിലുകളുണ്ട്. എന്നാൽ ഓർക്കുക, പാപത്തിൽ നിന്നും ലോകമോഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ കർത്താവായ യേശു എന്ന ഒരേ ഒരു വാതിൽ മാത്രമേ നമുക്കുള്ളൂ. Further instructions can be found in the manual located in the seat pocket in front of you. We are now cleared for takeoff. In preparation for departure, please make sure that your seat bag is straight up, your tray table is stored, and your carry-on items are placed securely under your seat. Thank you for choosing IAG Airways, where your destination is eternal and your journey is guided by faith. അവന്റെ ഒരു വിചാരം താഴെ കിടക്കുമ്പോൾ തൊട്ടി പയ്യനെ എനിക്ക് അറിയാവുന്നതാണ്. ഏതോണ്ട് പൊട്ടിയ കശുവണ്ടി ഫാക്ടറിയുടെ ഓണറാണ്. അവന്റെ അഹങ്കാരം കണ്ടാൽ ചില്ലറ. കുറെ നേരമായിട്ട് ദാഹിക്കുന്നുണ്ടോ? ലിക്കർ കിട്ടോ? ലിക്കർ എനിക്ക് ചുമന്ന വെള്ളം വിത്ത് സ്പ്രൈറ്റ് പ്ലീസ്. ബെൽറ്റ് കെട്ടാൻ പോലും ഇങ്ങനെ അറിയില്ല. Please cooperate as per the safety rules and regulations of this flight. Please be seated. And we don't provide liquor because this flight is going to the kingdom of God, kingdom of heaven. എനിക്ക് ചുമന്ന വെള്ളം മതി. നോ ലിക്കർ, ജസ്റ്റ് ചുമന്ന വെള്ളം. Yes. With Sprite. ഹല്ലേലൂയ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ 41 days ഫാസ്റ്റിംഗ് തുടങ്ങി. അതിന്റെ 4 hours ആയി. എനിക്ക് വെള്ളം ചോദിച്ചിട്ട് ആരും ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. ഞങ്ങൾ ആരും ഫാസ്റ്റിംഗ് ചെയ്യാത്ത പോലെ ഈ ബ്രദറിന്റെ സംസാരം. 4 hours ആയി. ഈ 41 days കൂടെ ഉണ്ട്. ചിക്കൻ വെള്ളം ഉണ്ടായിരുന്നു. ഓക്കെ, ഉണ്ടെങ്കിൽ മാത്രം ഞാൻ നോക്കാം കേട്ടോ. ഒന്നുകൂടെ വരണേ. ഞാൻ കേറിയപ്പോ തൊട്ട് ഇവളെ ശ്രദ്ധിക്കുന്നത് എന്തോ ഇവളുടെ വിചാരം എന്തോ ഇവളാരും മിസ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ദൈവമേ ഒരു ബോധ്യം കൊടുക്കണേ. ഈ സ്ത്രീകൾക്കെല്ലാം ഒരു ബോധ്യം കൊടുക്കണമേ. അഴിഞ്ഞു പോകുന്നത് തീയിൽ ശോധന ചെയ്യുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വില വലുതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം ഇവർക്ക് കൊടുക്കണേ. നീ അങ്ങ് പോടി കുശുമ്പി. നീ എന്റെ സാരി കേട്ടോ ദിവസം എന്തിനാ നീ വാച്ച് നോക്കും. ഡയമണ്ട് USC ഇറക്കിയതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ടെമോ കണ്ടു. 2 യൂറോയ്ക്ക്. പിന്നെ അവളുടെ ഡയമണ്ട് അത് പെനിസിൽ 2 സെന്റിന് കിടക്കുന്ന കല്ലാണ്. ചുമ്മാ അവളുടെ ഒരു ജാട. അതല്ല ഇത്. നീ ഇത് നോക്ക്. നീ സൂക്ഷിച്ചു നോക്ക് എന്റെ സാരി. ഒന്നും കാണാനില്ലല്ലോ. കുശുമ്പ് കുത്തിട്ട് ഒരു കാര്യം. Please don't worry, we are passing through area of turbulence. This is quite common and the aircraft is designed to handle it safely. Please keep your seat belts fastened. മനുഷ്യൻ ചാകാൻ തുടങ്ങും. അവളുടെ ഒടുക്കത്തെ ഒരു ബ്ലോഗ് ഇറങ്ങി പോടി. അയ്യോ, എന്നെ കൂടെ കാണിക്കും. എന്റെ വീട്ടുകാരും കൂടെ എന്നെ കാണട്ടെ. അയ്യോ മത്തായി ഞാൻ
Ladies and gentlemen, the captain has turned on the fasten seatbelt sign. We are now flying through a turbulent area. For your own safety, we kindly request you to keep your seatbelts fastened. We are already making all necessary deviations to provide you with a pleasant and comfortable flight. Thank you. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ടർബുലൻസിലാണ്. അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ ബാഗ് ചെക്ക് ചെയ്തേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ബാഗ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. 1 by 1 ഞങ്ങൾ സീറ്റ് അനുസരിച്ച് ഞങ്ങൾ കടന്നു വരും. ഞങ്ങൾ ഓൾറെഡി ലിസ്റ്റുണ്ട്. ഞാൻ ഞങ്ങളുടെ രണ്ടുപേരാണ് കടന്നു വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ജസ്റ്റ് നൗ. സെൻട്രൽ പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്തൊക്കെ കഥാപ്രവാചകമായി എനിക്കാരെയും വിശ്വാസമില്ല. ഞാൻ എന്റെ ബാഗ് തരത്തില്ല. ബൈബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ദുഷ്ടതയും വഞ്ചനയും വിട്ടുകളഞ്ഞ് പോലെ ആയാലേ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ കടക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഉപേക്ഷിച്ചേ മതിയാകും. ഇതിനകത്ത് പല വിലപിടിപ്പുള്ള സാധനങ്ങൾ എനിക്ക് പല ബുദ്ധിമുട്ടുണ്ട്. മൈക്കോടും Sister, you are carrying lies and pride. അഹങ്കാരം. വചനം പറയുന്നു ജെയിംസ് 4:6 ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കും, താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും. May the Lord give you grace to humble. Thank you, sister. ബിരിയാണി കട്ടുന്നതാണ് ഇവരുടെ പ്രശ്നം. അതാണ് ഇവിടെ ബാങ്കിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, അവരുടെ തെറ്റ് അവർ സമ്മതിച്ചിരിക്കുന്നു. അവർ ഓൾറെഡി ഇതിന് പശ്ചാത്തപിക്കുന്നു. നെക്സ്റ്റ് വൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Sir Mercy, can you give me your bag, please? You know who I am? Yeah, I know. Yeah, I'm working as a chairman for 30 years, okay? But now, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗ് നിങ്ങൾക്ക് ചെക്ക് ചെയ്തേ പറ്റുകയുള്ളൂ. ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരെ ഒരു പൊസിഷൻ ചോദിച്ചിട്ടാണ് ജോലി. പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഒരു ചെറിയ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കടന്നു പോകുന്നു. നമുക്ക് അതുകൊണ്ട് നിങ്ങളുടെ ബാഗ് ചെക്ക് ചെയ്തേ പറ്റുകയുള്ളൂ. ഞാൻ തരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? Can you please give me your bag? അങ്ങോട്ട് പോകല്ലോ വായിക്കണം. എല്ലാ പിള്ളേരെല്ലാം അവിടെ തട്ടുന്നു. Sister, you are carrying power hunger. Bible says in Matthew 20:26-28 നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം നിങ്ങളുടെ ശുശ്രൂഷകാരൻ ആകണം. So, sister, I kindly request you to humble yourself in the presence of God. 30 വർഷം. എത്ര വർഷമാണെന്ന് പറഞ്ഞേ? 30 വർഷമായിട്ട് ഫണ്ട് അടിച്ച് മാറ്റുകയായിരുന്നു. അതേ ചെയർമാൻ പൊസിഷന് വേണ്ടി ഞാൻ ആയതേ അതിനു വേണ്ടിയാണ്. ഞാൻ അതിനിപ്പോൾ പശ്ചാത്തപിക്കുന്നു. അതെ, സോ ഞാനിനി ഒരു എളിയദാസിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ എല്ലാ പൊസിഷൻസും പദവിയൊക്കെ വിട്ടു. Okay, that's good. Can you please sit? Thank you, sister. Hi. Good afternoon, ma'am. Can you please give me your bag? എന്റെ പെട്ടി ഞാൻ തരത്തില്ല. ഈ ഫ്ലൈറ്റിൽ എല്ലാവരുടെയും ഉള്ളതിൽ ഏറ്റവും ചെറിയ ബാഗാണ് എന്റെ കയ്യിൽ. പക്ഷെ നമുക്ക് പോയത് തന്നേ പറ്റുകയുള്ളൂ. ഞാൻ തരത്തില്ല, എന്ത് പറഞ്ഞാലും ഞാൻ തരത്തില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എല്ലാവരുടെയും വാങ്ങിച്ചിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ തരാം. എല്ലാവരും തരുമോന്ന് ഞാൻ നോക്കാം. Okay, sister. ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. And you will have to give your luggage. Hi. Good afternoon, ma'am. Priscilla Mariam Abraham. Can you? Thank you.
Can you please give me your bag, please? എന്തിനാ ഞാൻ എൻ്റെ ബാഗ് തരണം? ഇപ്പോൾ നമ്മുടെ ബാഗ് ഇപ്പം നമുക്ക് ബാഗ് തന്നേ പറ്റുകയുള്ളൂ. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കടന്നു പോകുന്നു. എന്റെ ബാഗ് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് നിൽക്കത്തില്ല, റെഡി ആകത്തില്ല. പക്ഷെ ഞങ്ങൾക്കത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ബാഗിൽ എന്തൊക്കെയാണെന്ന്. ഞാൻ തരില്ല. എന്റെ ബാഗിൽ വിലപിടിപ്പുള്ള കോസ്റ്റ്യൂംസ് എന്തൊക്കെ സാധനമുണ്ട് ഞാൻ തരത്തില്ല. അങ്ങനെ കളയാനുള്ളതല്ല എന്റെ ബാഗ്. പക്ഷെ നമുക്കതിപ്പോൾ ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തിരുത്താനേ പറ്റുള്ളൂ. ഫ്ലൈറ്റിനൊക്കെ വലിപ്പമുണ്ടല്ലോ അവളുടെ പെട്ടി എടുത്ത് കളയാം ആദ്യം. എന്നിട്ട് നിങ്ങൾ എന്റെ കുഞ്ഞ് ഈ ബാഗ് എടുത്ത് വാങ്ങാൻ വരൂ. ഞാൻ തരില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ചെക്ക് ചെയ്തേ പറ്റുകയുള്ളൂ. നിങ്ങൾ ഞാൻ ആരെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്റെ ഫാദർ, എന്റെ ഗ്രാൻഡ് ഫാദർ, ഞങ്ങളെല്ലാം വയൽ പ്രദേശം അധ്വാനിക്കുന്നവരാണ്. ഞാൻ പോയില്ലെങ്കിൽ പിന്നെ ആര് സ്വർഗത്തിൽ പോകും? അതുകൊണ്ട് ഞാൻ ബാഗ് തരില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ തരത്തില്ല. എന്റെ ബാഗ് കുടുംബ പ്രശ്നമാണെന്ന് തോന്നല്ലോ. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന ബുക്ക്ലെറ്റ് ഇതാണ്. ഈ ബുക്ക്ലെറ്റ് പ്രകാരം നിങ്ങളുടെ ബാഗ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്. ഈ മാനുവൽ വായിച്ചിട്ടാണ് ഞാൻ ഇതിൽ. പക്ഷേ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ടല്ലായിരിക്കും വായിച്ചത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേറെ മാനുവൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ കറക്റ്റ് ഉള്ള മാനുവൽ. ഇത് നിങ്ങൾക്ക് വായിക്കാം. ഈ മാനുവൽ അനുസരിച്ചാണ് നിങ്ങളുടെ ബാഗിനകത്ത് വെച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഞങ്ങൾക്ക് നിങ്ങളുടെ ബാഗ് ഞങ്ങളുടെ കൈവശം തരാം. Please give me. Sister, you're carrying fashion, vanity and worldly fame. 1 ജോൺ 2:15 പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ള എല്ലാത്തിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. സോ സിസ്റ്റർ, ഇതെല്ലാം ത്യജിച്ച് നമുക്ക് മുമ്പോട്ട് ഈ ഫാഷൻ എല്ലാം ത്യജിച്ചേ പറ്റുകയുള്ളൂ. നമുക്കിതൊന്നും കൊണ്ടും സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് അഴിഞ്ഞു പോകുന്നത് കൊണ്ടല്ല, നമ്മൾ ഈ അഴിഞ്ഞു പോകുന്ന ഈ സാധനം കൊണ്ടൊന്നല്ല നമ്മൾ ഹെവനിൽ പോകേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഒരു ലാസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പശ്ചാത്തപിച്ച് നമുക്ക് ഇതിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പലപ്പോഴും എനിക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ കാശില്ല. ഞാൻ തൊഴിലുറപ്പിനൊന്ന് മേഴ്സറിയിൽ നിന്നാണ് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. സ്വന്തമല്ല എൻ്റെ ഒന്നും. ഇനി എനിക്ക് ബാഹ്യമായ ഒരു സൗന്ദര്യവും വേണ്ട. കർത്താവ് എനിക്ക് ഉള്ളിൽ തരുന്ന സൗന്ദര്യം മതി. ഞാൻ എൻ്റെ ബാഗുകളെല്ലാം, എൻ്റെ സൗന്ദര്യവും എൻ്റെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ദൈവത്തിന് വേണ്ടി ഞാൻ ഇനിയും ജീവിച്ചു. Hi, good afternoon, ma'am. Preethiya. Can you please give me your bag? സിസ്റ്റർ പ്ലീസ്, ആ ബാഗ് തന്നേ പറ്റത്തുള്ളൂ. മാം നോക്കൂ, ഇവരുടെ കയ്യിലെല്ലാം വലിയ വലിയ പെട്ടികളാണുള്ളത്. എൻ്റെ കയ്യിലൊരു ചെറിയ ബാഗ് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഞാൻ എൻ്റെ കുടുംബത്തെയും പാരൻസിനെയും വിട്ടിട്ട് ഒറ്റയ്ക്കാണ് ഈ ഫ്ലൈറ്റിൽ യാത്രയുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ ബാഗ്? സിസ്റ്റർ, കിങ്ഡം ഓഫ് ഹെവനിലേക്ക് സിസ്റ്റർ തന്നെയല്ല പോകുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. ആ ബാഗ് തന്നേ പറ്റത്തുള്ളൂ. അങ്ങനെയാണോ? അതെ. എങ്കിൽ ഞാൻ എൻ്റെ ബാഗ് Sister, you're carrying family and relationships above God. Matthew 10:37 says, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മക്കളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. May God help you to prioritize God in your life. ഇത്രയും നാളും ഞാൻ എൻ്റെ കുടുംബത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഇന്ന് മുതൽ എൻ്റെ ദൈവത്തിന് ഞാൻ 1ാം സ്ഥാനം നൽകിക്കൊണ്ട് ജീവിച്ചു. Hi, good afternoon, sir. Amen. Manu Pisoman, yeah? Yes. Yeah, can you please give me your bag? എന്റെ ബാഗില് ഞാൻ ഇതുവരെ എഴുതിയ പാട്ടും പുസ്തകങ്ങളും ഒക്കെയാണ്. അതൊന്നും എനിക്ക് അതെന്റെ പ്രശസ്തിയാണ്. നിങ്ങൾ അറിയാമോ, ഞാനൊരു പ്രശസ്തനായ വ്യക്തിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ. ഞാൻ കണ്ടല്ലോ അന്നത്തെ പാട്ടും 2 വരി സംഗീതത്തിനൊക്കെ 2 വരി ചെയ്തത്, 2 വരി ഈ വരി ചാൻ ചെയ്തത്. അപ്പൊ ഇതിനാണ് പാട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് പാട്ടിന്റെ കാര്യം. പുസ്തകങ്ങളുണ്ട്, തിയോളജിസ്റ്റിന്റെ പുസ്തകങ്ങളുണ്ട്. ഒത്തിരി തിയോളജിക്കലായിട്ടുള്ള ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ഞാൻ ശാസിക്കും. സാർ, നമുക്കിപ്പോൾ ഫ്ലൈറ്റ് ഓൾറെഡി തന്നെ ടർബുലൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ നിങ്ങളുടെ ബാഗ് ഞങ്ങൾക്ക് ചെക്ക് ചെയ്തേ പറ്റുകയുള്ളൂ. സാറിന്റെ CD ഉണ്ടോ? ഇതുകൊണ്ടൊന്നും അവിടെ പോവുകയില്ല. എന്റെ പ്രശസ്തി, എന്റെ പ്രോഗ്രാംസ്, ഒന്നും നമുക്ക് അവിടെ പോകാൻ കഴിയുകയില്ല. നമുക്കിപ്പോൾ നിങ്ങളുടെ ബാഗ് ഞങ്ങൾക്ക് ചെക്ക് ചെയ്തേ പറ്റുകയുള്ളൂ. ഈ ബാഗിനകത്ത് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് നോക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളൊരു ബുക്ക്ലെറ്റ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് നോക്കാം. ഇതിനകത്ത് പറഞ്ഞ രീതിയിലാണോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബാഗിനകത്തുള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നോക്കാൻ നിങ്ങൾക്ക് ബാഗ് കുറെ സാധനങ്ങളുണ്ട്, സൂക്ഷിച്ച്. എല്ലാം ഗ്രാമർ മിസ്റ്റേക്ക്. ഒന്നും ശരിക്കും. അയ്യോ, അതന്നെ ചുരുണ്ടുകൂടിയിരിക്കുന്ന പുസ്തകമായി പോയോ? എല്ലാം തട്ടിപ്പ്. You're carrying
അയ്യോ നോ, കപടഭക്തനായ മനുഷ്യനാണ് പുള്ളി. ദൈവമേ. അതുകൊണ്ട് ഇതെല്ലാം കളഞ്ഞ് ശരിയാ, സമ്മതിക്കാം. ഞാൻ 4 മണിക്കൂർ പോലും ഉപവാസം എടുത്തിട്ടില്ല. എത്ര ദിവസം ഉപവാസം ഇരിക്കുന്നു? രാവിലെ എന്റെ ഭക്ഷണം പുട്ടും കടലയുമായിരുന്നു. അത് കഴിച്ചിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എങ്കിലും എനിക്ക് മാനസാന്തരപ്പെടുവാൻ അവസരം വേണം. എനിക്കിങ്ങനെ പോയ സ്വർഗത്തിൽ എത്തത്തില്ല. തന്റെ ലംഘനങ്ങളെ മറക്കുന്നതിന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കുമെന്ന് വചനപ്രകാരം ഞാൻ മാനസാന്തരപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. ഈ സമയം താങ്ക് യു. ദയവേത് ആ ബാഗ് ഒന്ന് തരുമോ? എന്റെ ബാഗ്? Yes, yes, sir. You know, I am a well businessman. ഇതിനകത്ത് ഫുൾ സീക്രട്ട് ഓഫ് എൻ്റെ ബിസിനസ് ഡോക്യുമെന്റ്സ്, എൻ്റെ ഒരുപാട് ഗോൾസ്. ഇതെനിക്ക് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ഒരു വലിയൊരു ഹൗസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല. ഗോൾഡ് സ്മഗ്ലർ ആണ് ഈ ഗോൾഡ് കൊണ്ട് ഫ്ലൈറ്റ് കയറാൻ. It's my business, okay? Brother, I can really understand that you're carrying your expenses, but this is not going to lead you to the kingdom of heaven. You have to surrender your bag. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു 5000 euro വന്നത്. ഈ 5000 euro കൊണ്ട് ദൈവ ഹെവനിലോട്ട് എത്തത്തില്ല. So that's not useful. അപ്പം ഒന്നും പറ്റത്തില്ല. ഒന്നും പറ്റത്തില്ല. ബ്രദർ ബാഗ് ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ബുക്ക്ലെറ്റ്. ഈ ബുക്ക്ലെറ്റ് പ്രകാരമാണോ നിങ്ങളുടെ ജീവിത പ്രയാണമെന്ന് നോക്കാം, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റി. നിങ്ങൾക്കത് നിങ്ങളുടെ ബാഗ് ഞങ്ങളെ സമർപ്പിക്കാം. ഓക്കെ, വേറൊരു വഴിയില്ല. വേറൊരു വഴിയില്ല. ഓക്കെ. Brother, you're carrying love of money and greed. The word of God says in 1 Timothy 6 verse 10, "For the love of money is the root of all evil, which while some coveted, they have erred from faith and pierced themselves through with many sorrows. But thou, O man of God, flee these things and follow after righteousness, godliness, faith, love, patience, and meekness. May God help you to surrender yourself in the presence of God." ഓ, എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ കള്ളത്തരത്തിലാണ് ജീവിച്ചത്. ഞാൻ എൻ്റെ കമ്പനിയിലെ എൻ്റെ സ്റ്റാഫിനോട് ഞാൻ പറയും, എൻ്റെ കപ്പലിൻ്റെ കച്ചവടത്തിൽ 2 കപ്പലിൽ കുറച്ചിട്ട് പാക്ക് ചെയ്താൽ മതി. അങ്ങനെയാണ് എനിക്ക് ഇത്രയും ഉഴച്ച വന്നത്. എനിക്കെല്ലാം മനസ്സിലായി, എല്ലാ കള്ളത്തരമാണ്. താങ്ക് യു സോ മച്ച്. സാറിനെ തന്നെ സമർപ്പിച്ചതിന് ഓക്കെ, താങ്ക് യു സോ മച്ച്. Please, a bag ഒന്ന് തരൂ. ഇപ്പോൾ നമുക്ക് വളരെ നമ്മൾ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കടന്നു വന്ന ഫ്ലൈറ്റ് ഓൾറെഡി തന്നെ ടർബുലൻസിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബ് ബ്ലോഗാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഗോവ ബീച്ചിൽ അതിൽ കുച്ചിപ്പുടി കളിക്കുന്നത് കിട്ടുന്നറിയാമോ? ഇപ്പോൾ നമുക്ക് പക്ഷേ ഇത് ഇപ്പോൾ ഫ്ലൈറ്റ് ഓൾറെഡി ടർബുലൻസിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബാഗ് ഞങ്ങൾക്ക് ചെക്ക് ചെയ്തേ പറ്റുകയുള്ളൂ മാം. ഇതുകൊണ്ടൊന്നും നമുക്ക് അവിടെ പോകാൻ കഴിയുകയില്ല. മറ്റുള്ളവരുടെ അത് എടുത്ത് കാണിച്ച് നമ്മൾ അങ്ങനെ ചെയ്തു അവരുടെ പാപങ്ങളൂടെ നമ്മൾ എടുത്ത് വെക്കുകയല്ലേ? നോ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അതിനുള്ള സമയമല്ല. ഇതിപ്പോൾ ഞങ്ങളെ സമർപ്പിക്കണം. Give me your bag. മാം, വചനം പറയുന്നു ലൂക്കോസ് 6:26, സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾ കയ്യോ കഷ്ടം. മാം, ദൈവത്തിന്റെ മുമ്പിൽ ക്യാമറ ഫിൽറ്ററുകൾ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഈ ലൈക്സും ഫാൻസും എല്ലാം വിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ഓക്കെ, സോറി മാം. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ പ്രശ്നക്കാർക്കും ലൈക്സിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഇനി ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചോളാം. Thank you so much. Hi, good afternoon, Joby Tengulai, yeah? Hi. Hi, can you please give me your bag? ബാഗോ? Yeah, yes. ചെറിയ ബാഗാന്നല്ലോ, ഇവിടെ ഇരിക്കട്ടെ, ഞാൻ തരുന്നില്ല. പക്ഷെ നമുക്കിപ്പോ ഈ ബാഗ് ഓൾറെഡി ഞങ്ങൾക്ക് അത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ബാഗ് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യണമെന്നോ? യാ, കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്ത് എടുത്തിട്ട് ഇത് വലിച്ചു കയറിയെല്ലാം അതിന്റെ റീഫണ്ട് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക.
നിങ്ങൾ ആദ്യം അതിന്റെ റീഫണ്ട് തന്നിട്ട് ഞാൻ ഈ ബാഗ് തരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഫ്ലൈറ്റ് അല്ലായിരിക്കും, നിങ്ങളത് വേറെ ഖത്തർ എയർവേസോ എമിറേറ്റ്സോ വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് ആയിരിക്കും. ഇത് ഓൾറെഡി ഇപ്പോഴാണ് ഇത് ഹെവനിലേക്ക് പോകുന്നത്. അത് തന്നെയല്ല, നിങ്ങൾ എനിക്ക് ലാസ്റ്റ് സീറ്റ് എപ്പോഴും തരുന്നത്. ഈ ലാസ്റ്റ് സീറ്റ് അല്ല, ഇച്ചിരി ഒരു പ്രീമിയം സീറ്റ് തന്നായിരുന്നു, എനിക്ക് ഇച്ചിരി നല്ലതല്ലായിരുന്നു. പക്ഷേ ഇത് അത് ലാസ്റ്റ് സീറ്റ് ടോയ്ലറ്റിന് അടുത്തുള്ളൂ. ആ അതിന് വയറിന് പ്രശ്നമുള്ളതുകൊണ്ടാ കേട്ടോ. ആ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നലെ എല്ലാം കൂടെ കഴിച്ചതിന്റെ വയറുവേദനയാണ് അതുകൊണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ സാറിന്റെ ബാഗ് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ 1 by 1 ഞങ്ങളിപ്പോൾ കടന്നു വരികയാണ്. സാറിന്റെ ബാഗ് കൂടെ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം ഫൈനലായിട്ട്. ഇന്ത്യ ഒന്നുമില്ല, നോക്കട്ടെ ബുക്ക്ലെറ്റ് ഒന്ന് നോക്കട്ടെ. നിങ്ങളുടെ റീഫണ്ട് ഉണ്ടെന്ന് ആദ്യം നോക്കട്ടെ. ഓ റീഫണ്ടിന്റെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, ഞാനെനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ ബാഗ് തരാൻ തയ്യാറാണ്. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാനാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയും കയ്പ് മനസ്സിൽ വെച്ച് മറ്റുള്ളവരുടെ കുറവുകൾ പറയുന്നവൻ ദൈവരാജ്യത്തിൽ കൊള്ളാവുന്നവനല്ല. അതുകൊണ്ട് നിങ്ങളുടെ കുറ്റങ്ങളെ നിങ്ങൾ തന്നെ കണ്ടുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുവാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. താങ്ക് യു സോ മച്ച് സാർ. ഹലോ, പ്ലീസ് ആ ബാഗ് ഒന്ന് തരുമോ? എന്താ പേര് പറഞ്ഞിട്ട്? ബ്രദർ ഡേവിഡ്. ഡേവിഡ്. എൻ്റെ പേര് ഫുൾ നെയിം, കുടുംബ പേരുമുണ്ട്. തക്കേപ്പറമ്പിൽ ആനക്കുഴിയിൽ ഡേവിഡ് ജോർജ്, അങ്ങനെയാണ് എൻ്റെ പേര്. അങ്ങനെ ഫുൾ നെയിം പറയണം. We are a big family, okay? Yeah, പറഞ്ഞോ, കുഴപ്പമെന്തോ, what's the problem? ബ്രദർ, നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഒരു ടർബുലൻസ് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. Okay, ഞാൻ ഫുൾ എനിക്കറിയാൻ പറ്റും. യെസ്, നമുക്ക് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരുടെയും ബാഗ് സബ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കൈൻഡ്ലി ഹാൻഡ് ഓവർ യുവർ ബാഗ്. നോ. ഇതിന്റെ ബാഗിനകത്ത് വലിയ വിലപ്പെട്ടുള്ള സാധനമാണ്, ആന്റിക് സാധനങ്ങളാണ് എൻ്റെ ബാഗ്. കയ്യിലെയും തോർത്തും ഒക്കെ അതും കൊടുക്കാൻ അങ്ങോട്ട്. എൻ്റെ വലിയപ്പച്ചൻ്റെ കയ്യിൽ തോർത്ത് വേണ്ട. ഇതുകൊണ്ടൊന്നും വലിയപ്പച്ചന്റെ സാധനം കൊണ്ടൊന്നും നമുക്ക് അവിടെ പോകാൻ പറ്റുകയില്ല. ഇല്ല, പുള്ളി കുറച്ച് പുതപ്പുണ്ട്, പുള്ളിക്കാരുടെ തലേനെ പോലെ എൻ്റെ ബാഗിലുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചു തരാൻ പറ്റും. അതാണ് എൻ്റെ അഭിഷേകത്തിന്റെ രഹസ്യം. സാറിന്റെ ബാഗ് ഇപ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ചേ പറ്റുകയുള്ളൂ. ഇപ്പോൾ തന്നെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതും നിങ്ങളുടെ ബാഗ് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യട്ടെ, എന്തൊക്കെ കുറവുകളുണ്ടോ അത് ഞങ്ങൾ പറഞ്ഞു. You're carrying doubt and lukewarm faith. Revelation 3 verse 16 says, I know your deeds, that you are neither cold or hot. I wish you were neither one or the other. So because you are lukewarm, neither hot nor cold, I am about to spit you out of my mouth. May God help you, brother, to build and strengthen your faith. Sister Shiny, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ലഗേജുകൾ ചെക്ക് ചെയ്തിരിക്കുന്നു. കൈൻഡ്ലി ഹാൻഡ് ഓവർ യുവർ ലഗേജ്. അപ്പൊ ഞാൻ എൻ്റെ പെട്ടി തരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? For your own safety, you have to give the luggage. ഞാൻ പെട്ടിയൊക്കെ തരാം, പക്ഷെ അവിടെ ജോബി ബ്രദർ പറയുന്ന കേട്ടു പുള്ളിയുടെ പെട്ടിയെല്ലാം നശിപ്പിച്ചെന്ന്. എൻ്റെ അമേരിക്കൻ എക്സ്പ്രസിന്റെ പെട്ടിയാണ്, ഞാൻ ഇന്നലെ ഈ യാത്രയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ച പെട്ടിയാണ്. അത് നശിപ്പിക്കരുത് ദയവായി. അമേരിക്കൻ എക്സ്പ്രസ് അല്ല, അമേരിക്കൻ ടൂറിസ്റ്റ് പേര്. എനിക്ക് വേണ്ടി നിർമ്മിച്ച പെട്ടിയാണിത്. അത് അമേരിക്കൻ എക്സ്പ്രസ് എന്നാണ് അതിന്റെ പേര്. പക്ഷെ നമുക്കിപ്പോൾ ഇത് ഞങ്ങളെ ഏൽപ്പിച്ചപ്പോൾ ഞങ്ങൾക്കത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ബാഗിനകത്ത് എന്തൊക്കെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിക്കുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. Take care of your bags until you see grace safely to the kingdom of heaven. Sister, you are carrying jealousy and judging others. അസൂയയും മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം. മാത്യു 7:12 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയിൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ So kindly humble yourself in the presence of God. ഞാൻ റിയലൈസ് ചെയ്യുന്നു, എനിക്ക് അസൂയയെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഞാൻ വചനപ്രകാരം ഇനി ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കും. അത് ചൊല്ലും. Thank you, sister. God bless you. Last one is Danya Eldos. Praise the Lord. Can you please give me your bag?
തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ബാഗ് തരാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇത്രയും സമയം ഞാൻ വളരെ ശാന്തയായി ഇവിടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ. ഞാൻ ദൈവസന്നിധിയിൽ വളരെ സന്തോഷവതിയാണ്. നിങ്ങൾ കാണിച്ച ഈ സഹനം, ക്ഷമ, ഇത്രയും ആളുകളെ ഒരാത്മാവിൻ്റെ വില ഭൂലോകത്തെക്കാളും വലുതാണ്. ഇത്രത്തോളം നിങ്ങളെല്ലാവരെയും മനസ്സിലാക്കിയത്, ഇത്രയും ആളുകളെ സുഖത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. പിന്നെയും നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങൾ ഇവരുടെ ജോഡിയാണ്, അല്ലെങ്കിൽ ഇവര് നമ്മളെ എപ്പോഴും അടിച്ചു തള്ളിയാലും അതെനിക്കറിയാം ബ്രദറെ. പക്ഷേ എന്നാലും അത് അവർ ചെയ്യുന്ന ദൈവത്തിന് ചെയ്യുന്ന വലിയൊരു പ്രവൃത്തിയാണല്ലോ. ദൈവം അവരുടെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് എൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യാം. എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. എന്നാലും എനിക്ക് ബുദ്ധിമുട്ടില്ല. വിനയമുള്ള ദൈവഭക്തൻ. എന്നാൽ ഈ സഹോദരിയുടെ ബാഗ് ഇതിൽ ദൈവഭയവും വിനയവും മാത്രമേ ഉള്ളൂ. Luke 11:28 പറയുന്നു, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ അത്രേ ഭാഗ്യവാൻ. Blessed are they that hear the word of God and keep it. Let us all try to become like this sister, who in the midst of turbulence and complete chaos had faith to bring it to the Lord in prayer and submission, and that comes only from the very stronghold in the word of God. Now, since we have all removed our extra baggages, the flight will continue to move ahead safely. നമുക്ക് നമ്മുടെ യാത്ര തുടരാം. Ladies and gentlemen, IAG Airways welcomes you to the Kingdom of God. The local time is 11:45 p.m. We hope you had a pleasant flight and wish you a happy stay. Once again, thank you for choosing IAG Airways. യോഗ്യനോട്ടം തികച്ചു സ്വർഗവിരുദിനായി. യോഗ്യനോട്ടം തികച്ചു സ്വർഗവിരുദിനായി. പരമീടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ. പരമീടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ. ദൂരസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ.